അങ്ങേര് ചെയ്യണതിന് മേളില് ചെയ്യണത് എനിക്ക് തോന്നുന്നു മോഹൻലാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്തോ. ഫാസിലിക്കാന്ന് പറഞ്ഞ ആള് അഭിനയിച്ച് കാണിച്ചു തരും. ജോഷിയേട്ടൻ അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യടാ എടാ അതല്ലടാ മറ്റേത് ഇങ്ങനെയല്ല, അങ്ങനെ പറയുള്ളൂ. പുള്ളിയുടെ കുറ്റമാണെങ്കിലും പുള്ളി അവരെ കുറ്റം പറയും. അവൻ വന്നത് ശരിയല്ലെന്നുള്ളൂ. പുള്ളി അവനൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടായിരിക്കും പോണത്. ഗണേഷ് നല്ല സ്കില്ലുള്ള ഡ്രൈവറാണ്. ഭൂമിയിലെ രാജക്കന്മാരുടെ ടൈമിൽ അത് 87 ഒക്കെ ആയിരിക്കും. അന്ന് എനിക്ക് തോന്നുന്നു ബെൻസ് കാർ ലൊക്കേഷനിൽ കൊണ്ടുവന്നത് ഗണേഷ്. അന്ന് എല്ലാവരും ഓടിച്ചു നോക്കി. എല്ലാവരും അല്ല, തമ്പി കണ്ണദാനം എന്നൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ കയ്യിൽ ഞാൻ ബെൻസ് ഒക്കെ കാണുന്നത്. ഗണേഷ് ഒന്നും അങ്ങനെ ഔട്ട് ഓഫ് ദ വേ ഒന്നും ചെയ്യൊന്നുമില്ല. അവർക്ക് അത് ഓക്കെ ആണോ, അത് ലീഗൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട്, ലീഗലാണെങ്കിൽ അവർ അപ്പം തന്നെ അതിനുള്ള പരിപാടി ചെയ്യും. ഈ ബൈജു സന്തോഷല്ലേ, അദ്ദേഹമായിട്ട് അടുപ്പം എങ്ങനെയാ? അത് വേറൊരു കുരുത്തക്കെട്ട. അവരും ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്നു, വൈഫിന്റെ. അവരൊക്കെ ആയിട്ട് വലിയ അടുപ്പമായിരുന്നു. രണ്ടുപേരും പോയി ചെയ്തിട്ട് ഞാൻ പറയും നമുക്ക് നല്ലൊരു പെണ്ണെ കെട്ടണ്ടേ. അപ്പൊ എന്താ പറയും? പുള്ളി അതങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല, ചിരിക്കും. അശോകൻ എനിക്ക് തോന്നിയേക്കണത് ഒരു പാവം പിടിച്ച മനുഷ്യൻ. ആരെയും പറ്റി മോശം പറയൂല, ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കില്ല. സിദ്ദിഖ്, അശോകൻ, ജഗദീഷ് ഇവരൊക്കെ കൂടിക്കഴിഞ്ഞാൽ രസമാണ്. പാട്ടും തമാശയും. എനിക്ക് തോന്നുന്നു കല്യാണത്തിനൊരു സ്കൂളിലായിരുന്നു അവരുടെ നാട്ടില്. ആർട്ടിസ്റ്റായിട്ട് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കൊരു സംശയം. അപ്പൊ ഞാൻ മമ്മൂക്ക അവിടെ നിന്നിട്ട് വിളിക്കണം, എനിക്ക് അവിടെ ചെന്നൈയിലാന്നറിയാം. ഞാൻ പറഞ്ഞു മമ്മൂക്ക ഇങ്ങനെ വീട് തുടച്ചിട്ടുണ്ടായിരുന്നു, സ്ലിപ്പായത് വീണ. അതാണല്ലേ, ഇവിടെ കംപ്ലീറ്റ് ന്യൂസ് വേറെയാ. അവിടെ എന്താ ന്യൂസ്? നിന്റെ ഭാര്യ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിന്നെ തട്ടി താഴെ ഇട്ടോന്നാണ് ഞാൻ കേട്ടത്.